ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിനും ദില്ലി മുഖ്യമന്ത്രി അതിഷി മർലേനയ്ക്കുമെതിരെ കൽക്കാജിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയും മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷയുമായ അൽക്ക ലാംബ. ജനങ്ങളുടെ പണം ഔദ്യോഗിക വസതി മോടി പിടിപ്പിക്കാനാണ് കെജ്രിവാൾ ഉപയോഗിച്ചതെന്നാണ് ആരോപണം. MLA എന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും അതിഷി പൂർണ്ണ പരാജയമാണ്. കോൺഗ്രസ് ദില്ലിയിൽ സ്ഥിരതയുള്ള സർക്കാർ രൂപീകരിക്കുമെന്ന് അൽക്ക ലാംബ റിപ്പോർട്ടറിനോട് പ്രതികരിച്ചു. പ്രതികരണം കേട്ടുവരാം. മഹിളാ കോൺഗ്രസ് ദേശീയ അധ്യക്ഷയും അതോടൊപ്പം തന്നെ കൽക്കാജിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുമാണ് അൽക്ക ലാംബ. അൽക്ക ലാംബ റിപ്പോർട്ടിനൊപ്പം ചേരുകയാണ്. ഹൗ ഇസ് ദ കോമ്പറ്റീഷൻ ദിസ് ടൈം? There's no competition. People are really suffering because the pollution is really very high. People are not happy with the Aam Aadmi Party. People are not happy with the BJP. Feel the performance of Adishi in Kalkaji last few years. लोग बताते हैं वो पूरा फेलियर रही है. उन्होंने MLA के तौर पर यहाँ पर कोई बहुत बड़ा डेवलपमेंट नहीं किया है और चीफ मिनिस्टर के तौर पर भी वो फेल साबित हो रही हैं. इसलिए अरविंद केजरीवाल नहीं कह रहे कि वो दोबारा CM होंगी. उन्हें टेम्परेरी CM इसीलिए कह रहे हैं क्योंकि वो पूरी तरह फेल हुई हैं यहाँ पर. How many seats Congress expecting here? Because Aam Aadmi is already telling that Aam Aadmi and BJP is fighting. Congress is not in the competition. To form the government, we need a magic figure, which is 36. We are right now contesting on 48 seats, and hopefully we are going to get again the majority, and we are forming a permanent government with a permanent chief minister and giving the permanent solution of the permanent pollution. All the best. Thank you so much. എന്നാണെങ്കിലും കൽക്കാജിയിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അൽക്ക ലാംബയാണ് നമ്മൾ സംസാരിച്ചത്. ഇപ്പോൾ പ്രചരണ തിരക്കിലാണ് അൽക്ക ലാംബ ഉള്ളത്. വിവിധ ഗലികളിലെത്തിയ ആളുകളെ കണ്ടുകൊണ്ട് പരമാവധി വോട്ടുകൾ ശേഖരിക്കാൻ ശ്രമത്തിലാണ്. വീഡിയോ ജേർണലിസ്റ്റ് നന്ദു പേരാമ്പ്രയ്ക്കൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി. എന്തായാലും കോൺഗ്രസ് അവിടെ ഒരു സാന്നിധ്യമാകാൻ പോകുന്നു എന്നതാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. സച്ചിൻ പൈലറ്റിനെ തന്നെ നേരിട്ട് അവിടെ പ്രചരണത്തിന് വേണ്ടി നിയോഗിക്കുകയും ചെയ്തിട്ടുണ്ട്. അൽക്ക ലാംബയുടെ പ്രതികരണത്തിൽ നിന്ന് ഇന്ത്യ മുന്നണി സഖ്യമൊന്നും ദില്ലിയിലില്ല എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വസതി മൂടിപിടിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയാക്കുകയാണ് BJPയും ഒപ്പം തന്നെ കോൺഗ്രസും. ജ്യോതിഷ് മണ്ണാർക്കാട് പറയുന്നു, അരുണേട്ട ഇന്നെൻ്റെ ചേച്ചിയുടെ പിറന്നാളാണ് സുധിന. സുധിന ചേച്ചിക്ക് എല്ലാവിധ ബർത്ത്ഡേ ആശംസകളും. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. വീണ്ടും വരട്ടെ സുന്ദരമായ ദിനങ്ങൾ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മദ്യനയ അഴിമതി ഉയർത്തി ആം ആദ്മി പാർട്ടിയെ കടന്നാക്രമിക്കുകയാണ് BJPയും കോൺഗ്രസും. മദ്യനയ അഴിമതി അരവിന്ദ് കെജ്രിവാളിനെതിരെ സജീവ ചർച്ചയാക്കി നിർത്താനാണ് നീക്കം. മദ്യനയ അഴിമതി 2026 കോടി രൂപയുടെ നഷ്ടം ദില്ലിയുടെ ഖജനാവിനുണ്ടാക്കിയെന്നാണ് ആക്ഷേപം. കോൺഗ്രസ് പ്രചരണത്തിനായി സച്ചിൻ പൈലറ്റ് ഇന്ന് ദില്ലിയിലുണ്ട്. നോബിൾ മാരിക്കാരൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. നോബിൾ, നമ്മൾ അൽക്ക ലാംബയുടെ പ്രതികരണം കാണുകയായിരുന്നു ഞാൻ. അവിടെ ഇന്ത്യ മുന്നണിയുടെ ഒരു സൗഹൃദവും കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിക്കുന്നില്ല. പകരം ബദ്ധശത്രുക്കൾ എന്ന മട്ടിലാണ് അവിടുത്തെ മത്സരം നടക്കുന്നത്. മാത്രവുമല്ല, നേരത്തെ അരവിന്ദ് കെജ്രിവാൾ പുറത്തു വരുമ്പോൾ ഇന്ത്യ മുന്നണിയും കോൺഗ്രസുമൊക്കെ അരവിന്ദ് കെജ്രിവാളിനെ ജയിൽ മോചിതനാവുന്ന ഘട്ടത്തിൽ സ്വാഗതം ചെയ്യുന്ന ഒരു ആവേശമൊന്നും ഇപ്പോഴില്ലെന്ന് മാത്രമല്ല, ആ മദ്യനയം തന്നെ കോൺഗ്രസും BJPക്കൊപ്പം പ്രധാനപ്പെട്ട രാഷ്ട്രീയ പ്രചരണായുധമാക്കി മാറ്റുകയാണ് അല്ലേ നോബിൾ മാരിക്കാരൻ? അരുൺ, വെരി ഗുഡ് മോർണിംഗ്. ദില്ലിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂട് പിടിക്കുമ്പോൾ മദ്യനയ അഴിമതി മുതൽ എല്ലാ വിഷയങ്ങളും സജീവമായി തന്നെ ചർച്ചയാക്കാൻ തന്നെയാണ് നേതാക്കളും പ്രവർത്തകരും ഒക്കെ തയ്യാറെടുക്കുന്നത്. BJPയുടെയും കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്ന് വലിയ പ്രതികരണങ്ങളും വിമർശനങ്ങളുമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളുള്ളത് ദില്ലിയിൽ അരവിന്ദ് കെജ്രിവാൾ, അതായത് ആം ആദ്മിയുടെ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാളിൻ്റെ വസതിക്ക് മുന്നിലാണ്. ഈ വസതിയിൽ നിന്നുകൊണ്ടാണ് ആം ആദ്മി പാർട്ടിയുടെ എല്ലാ നീക്കങ്ങളും അരവിന്ദ് കെജ്രിവാൾ നിയന്ത്രിക്കുകയും അതോടൊപ്പം തന്നെ പ്ലാൻ ചെയ്യുകയും ചെയ്യുന്നത്. ഇതിന് പിന്നിൽ തന്നെയാണ് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ ആസ്ഥാനവും ഉള്ളത്. എന്താണെങ്കിലും അരവിന്ദ് കെജ്രിവാളിന്റെ എതിരായ മദ്യനയ അഴിമതി അത് സജീവമാക്കി തന്നെ ചർച്ചയായിക്കൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസും അതോടൊപ്പം തന്നെ BJPയും അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രധാനമായും നിലവിൽ 2026 കോടി രൂപയുടെ നഷ്ടം ഖജനാവിന് ഉണ്ടാക്കിയെന്ന CAG റിപ്പോർട്ടാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. അതിന്റെ വാല് പിടിച്ചുകൊണ്ടാണ് വിമർശനങ്ങൾ എന്താണെങ്കിലും സജീവമാക്കി ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്. ആം ആദ്മി പാർട്ടി പൂർണ്ണമായും ഈ വിമർശനങ്ങളെ തള്ളുന്നുണ്ടെങ്കിൽ പോലും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റു തരത്തിൽ പ്രവർത്തകരിലേക്ക് എത്തിക്കാൻ എത്രത്തോളം കഴിയുന്നുണ്ട് എന്ന ചോദ്യം ആം ആദ്മി ക്യാമ്പിന് ഉണ്ടാകുന്നുണ്ട് എന്നും വ്യക്തമാണ്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നിരന്തരമായി നേതാക്കൾ വാർത്താ സമ്മേളനങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ 10 മണിക്ക് മുഖ്യമന്ത്രി അതിഷി അവരുടെ വാർത്താ സമ്മേളനം നിശ്ചയിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിൽ മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരിക്കുന്ന ഈ ആരോപണങ്ങളെ നിരസിക്കാനും അതോടൊപ്പം ഇല്ലാതാക്കാനും തന്നെയായിരിക്കും ശ്രമം നടക്കുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതേസമയം മറ്റ് പാർട്ടികൾ, പ്രത്യേകിച്ച് BJP ക്യാമ്പൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. പ്രത്യേകിച്ച് ഇന്നലെ BJP 29 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ 58 സ്ഥാനാർത്ഥികളായി നിലവിൽ BJPക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അവരും വലിയ പ്രചാരണ രംഗത്തേക്ക് എത്തുന്നു. കഴിഞ്ഞ ദിവസം പൂർവാഞ്ചൽ വിഭാഗത്തിൻ്റെയൊക്കെ വലിയ
വലിയ പ്രതിഷേധം അരവിന്ദ് കെജ്രിവാളിന്റെ ഈ വസതിക്ക് മുന്നിൽ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. ഒപ്പം കോൺഗ്രസ് താരപ്രചാരകരായ നേതാക്കളെ എത്തിച്ചുകൊണ്ട് പ്രചരണം കൊഴുപ്പിക്കുകയാണ്. ഇന്നിപ്പോൾ സച്ചിൻ പൈലറ്റ് എത്തുന്നത്. നാളെ മുതൽ രാഹുൽ ഗാന്ധിയുടെ റാലി ദില്ലിയിൽ ആരംഭിക്കുകയാണ്. നാളെ ജയ് സംവിധാൻ എന്ന് പറയുന്ന ഒരു റാലി രാഹുൽ ഗാന്ധി സീമാപൂരിൽ നടത്തുന്നുണ്ട്. ഏതാണെങ്കിലും തെരഞ്ഞെടുപ്പ് കളം അങ്ങോട്ട് മുറുകുകയാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മദ്യനയ അഴിമതി, മലിനീകരണം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് കേന്ദ്ര സർക്കാർ, പ്രത്യേകിച്ച് BJPയും കോൺഗ്രസും ഒക്കെ ആം ആദ്മിയെ കടന്നാക്രമിക്കുന്നത്. അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒക്കെ ഇവിടെ ഒരുമിച്ച് മത്സരിച്ചതാണ്. അന്ന് അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ വലിയ സ്വീകരണം ഉണ്ടായിരുന്നു. അരവിന്ദ് കെജ്രിവാൾ ജയിലിലേക്ക് വീണ്ടും അദ്ദേഹത്തിൻ്റെ ഇടക്കാല ജാമ്യം പൂർത്തിയാക്കി മടങ്ങുമ്പോൾ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും നേരിൽ കണ്ടതിന് ശേഷമാണ് അദ്ദേഹം മടങ്ങിയത്. പക്ഷേ ആ സാഹചര്യമൊന്നും നിലവിൽ ദില്ലിയിൽ അവശേഷിക്കുന്നില്ലെന്ന് മാത്രമല്ല, കോൺഗ്രസിന് എതിരെ ഇന്ത്യ സഖ്യത്തിലെ ഒട്ടുമിക്ക പാർട്ടികളും ഇവിടെ ആം ആദ്മി പാർട്ടിക്കൊപ്പം ചേരുന്ന ഒരു കാഴ്ച കൂടിയാണ് കണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഹരിയാന, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലായിട്ട് തിരിച്ചടി കോൺഗ്രസിന് വലിയ തരത്തിൽ ദേശീയ തലത്തിൽ പോലും വലിയ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന യാഥാർത്ഥ്യമാണ്. ഇവിടെ ഉദ്ധവ് പക്ഷം, ശിവസേന പോലും അരവിന്ദ് കെജ്രിവാളിന് പിന്തുണ നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടത്. അത്തരത്തിൽ ഇന്ത്യ സഖ്യം എന്നൊരു സംവിധാനം നിലവിൽ ഇല്ല. മറിച്ച് എല്ലാവരും അവരവരുടെ വിജയങ്ങൾക്ക് വേണ്ടി, പ്രത്യേകിച്ച് ആം ആദ്മി പാർട്ടിയും BJPയും കോൺഗ്രസും ആര് ദില്ലി പിടിക്കുമെന്ന ചർച്ചകളിലും അവരുടെ മത്സരത്തിലും ഓട്ടത്തിലുമാണ് ഇപ്പോൾ ഉള്ളത്. അതായത് വരും ദിവസങ്ങളിൽ പ്രചാരണം കൊഴുക്കും, ആരോപണ പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും. രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ അരവിന്ദ് കെജ്രിവാളിനെതിരെ രംഗത്ത് വരുമോ എന്നാണ് ഇനിയിപ്പോൾ ഉയർന്ന ചോദ്യം. പ്രത്യേകിച്ച് നേരത്തെ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിന് വേണ്ടിയൊക്കെ അത്തരത്തിൽ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടിയൊക്കെ പ്രചരണം നടത്തിയവരാണ്. അവരൊക്കെ ഇനിയിപ്പോൾ വരും ദിവസങ്ങളിൽ വേദികളിലേക്ക് എത്തുമ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ മദ്യനയ അടക്കമുള്ള വിഷയങ്ങൾ ദേശീയ നേതാക്കളായ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ ഉയർത്തുമോ എന്നാണ് ഇനിയിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത്. ഓക്കെ, താങ്ക് യു. നോബൽ മാരിക്കാരൻ നിൽക്കുന്ന ദില്ലിയിൽ നല്ല തണുപ്പാണ്. നോബൽ പോയില്ലെങ്കിൽ നല്ല തണുപ്പാണെന്ന് തോന്നുന്നു. അവിടെ 12 ഡിഗ്രി 10 ഡിഗ്രിയൊക്കെയാണല്ലേ തണുപ്പ്? ഇന്നിപ്പോൾ ഏറ്റവും കുറഞ്ഞ താപനില രേഖപ്പെടുത്തിയിരിക്കുന്നത് 12 ഡിഗ്രിയാണ്. ഇന്നലെ ഇത് 8 ആയിരുന്നു, വെള്ളിയാഴ്ച 6 ആയിരുന്നു. ഓരോ ദിവസവും കാലാവസ്ഥ മാറി മാറി വരുന്നുണ്ട്. ഇന്ന് മൂടൽമഞ്ഞിന് നേരിയ ആശ്വാസമുണ്ട്. കാരണം ഇന്നലെ രാത്രിയൊക്കെ പലയിടത്തും മഴ പെയ്തുകൊണ്ട് ഇതിപ്പോൾ മൂടൽമഞ്ഞ് കുറവുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ 0, അതായത് തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും കാണാത്ത രീതിയിൽ മൂടൽമഞ്ഞ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് വന്ന് അത്ര വലിയ മൂടൽമഞ്ഞൊന്നുമില്ല, പക്ഷേ നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഇപ്പോഴും നല്ല തണുപ്പ്, 12 ഡിഗ്രിക്ക് മുകളിലാണ് താപനില ഉള്ളത്. വരും മണിക്കൂറുകളിൽ താപനില അല്പം കൂടി ഉയരും എന്നാണ് കാലാവസ്ഥ വകുപ്പിന്റെ ഒരു പ്രവചനം. മഴയ്ക്കും സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിലും ഈ തണുപ്പ് ഇതേപടി, അതിശൈത്യം ഉത്തരേന്ത്യ ഇതേപടി തുടരും എന്താണ് കാലാവസ്ഥ പ്രവചിക്കുകയും ചെയ്യുന്നവരുണ്ട്. ഓക്കെ, താങ്ക് യു നോബൽ.